Hello everyone, once again welcome back to 90 plus access here. Srinarayana Guru Open University 4-year UG program സ്റ്റുഡൻസിന് ഫോർത്ത് സെമ്മിൽ വരുന്ന ഒരു വാല്യൂ ആഡഡ് കോഴ്സ് ആണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം. മാക്സിമം 23 മാർക്സ് സ്കോർ ചെയ്യാൻ കഴിയുന്ന 1 അവറിന്റെ എക്സാം ആണിത്. ഈ ഒരു സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ പാറ്റേണിനെ കുറിച്ച് പറയുവാണെങ്കിൽ സെക്ഷൻ എ ബി സി എന്നീ 3 സെക്ഷൻസ് വരുന്നുണ്ട്. അതിൽ എ സെക്ഷനിൽ 1 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ 5 ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇനി സെക്ഷൻ ബിയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ 2 മാർക്സിന്റെ 6 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ 4 ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇനി സെക്ഷൻ സിയുടെ കേസ് പറയുവാണെങ്കിൽ 5 മാർക്സിന്റെ 3 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിലൂടെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്യാം. അതിനു മുൻപായി മറ്റൊരു കാര്യം കൂടെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുവാണ്. അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG ആൻഡ് PG പ്രോഗ്രാംസിന്റെ എല്ലാ കോഴ്സുകളുടെയും ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സസ് കറന്റ് നമ്മുടെ അവൈലബിൾ ആണ്. അതോടൊപ്പം എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് കൂടെ അവൈലബിൾ ആകും. സോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസിന് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കണക്ട് ചെയ്യാം. അതോടൊപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ പ്രോഗ്രാംസിന്റെയും ഡിസർട്ടേഷൻ അഥവാ പ്രൊജക്ട് വർക്ക് പ്ലാജറിസം റിപ്പോർട്ടോട് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആവശ്യമുള്ള സ്റ്റുഡൻസിന് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു സെഷനിലേക്ക് മൂവ് ചെയ്യാം. സോ ലെറ്റ്സ് കം ടു ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ത്യൻ നോളജ് സിസ്റ്റം കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. ആക്ച്വലി ഏതൊരു നേഷനും അവരുടേതായിട്ടുള്ള നോളജ് സിസ്റ്റം ഉണ്ടായിരിക്കും. നോളജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാടധികം കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ആസ്ട്രോണമി, ഇത്തരത്തിൽ പ്രാചീന കാലത്ത് വിദഗ്ധരായിട്ടുള്ള പണ്ഡിതന്മാര് ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരുപാടധികം വിഷയങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ഇന്ത്യൻ നോളജ് സിസ്റ്റം. ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള നോളജ് സിസ്റ്റം വരുന്നുണ്ട്. എസ്പെഷ്യലി ഇന്ത്യൻ നോളജ് സിസ്റ്റം വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. ഈ ഒരു ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൽ മെയിൻ ആയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 3 കാര്യങ്ങളാണ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്, നേച്ചർ ആൻഡ് കോസ്മോസ്. അതായത് മനുഷ്യന്റെ നിലനിൽപ്പ്, പ്രകൃതി, പ്രപഞ്ചം. ഇവ മൂന്നും തമ്മിലുള്ള പരസ്പര ബന്ധത്തെയും ഈ ഒരു ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് നോളജ് ഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ അറിവ് നേടുക എന്നുള്ളത് മാത്രമല്ല, കാര്യങ്ങൾ സ്വയം തിരിച്ചറിയുക, അതുപോലെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് കൂടിയാണ് ഈ ഒരു ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറയുവാണെങ്കിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്നുള്ളത് പ്രാചീന കാലത്ത് വിദഗ്ധരായിട്ടുള്ള സ്കോളേഴ്സ് ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരുപാടധികം വിഷയങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം. അതിൽ തന്നെ ഹ്യൂമൻ എക്സിസ്റ്റൻസ്, നേച്ചർ ആൻഡ് കോസ്മോസ് എന്നീ 3 കാര്യങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചും അതിൽ പരാമർശിക്കുന്നുണ്ട്. അതിലുപരി ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് നോളജ് ഗെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതോടൊപ്പം കാര്യങ്ങൾ സ്വയം തിരിച്ചറിയാനും സത്യമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. സോ ദ ഫസ്റ്റ് വൺ ഈസ് ട്രൈലാറ്ററൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ നോളജ് സിസ്റ്റം. അതായത് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്നുള്ളത് പ്രധാനമായും 3 ആസ്പെക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒന്നാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ജ്ഞാൻ, വിജ്ഞാൻ ആൻഡ് ജീവൻ ദർശൻ. ഈ 3 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഞാൻ എന്ന് പറയുമ്പോൾ നോളജിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വേദങ്ങളിൽ എഴുതിയിരിക്കുന്ന നോളജും അതുപോലെ വാമൊഴിയായി പണ്ട് കാലത്ത് വിദഗ്ധരായിട്ടുള്ള പണ്ഡിതന്മാരിലൂടെ അവരുടെ ശിഷ്യന്മാരിലേക്ക് കൈമാറി വന്നിട്ടുള്ള നോളജും ഉൾപ്പെടുന്ന ഒന്നാണ് ജ്ഞാൻ. ഇനി സെക്കൻഡ് വൺ നോക്കാം, വിജ്ഞാൻ അഥവാ സയൻസ്. അതായത് ഒരു വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ലോജിക്കലി ആ കാര്യത്തെ അനലൈസ് ചെയ്ത് അതിന്റെ ഓതന്റിസിറ്റി മനസ്സിലാക്കി ആ കാര്യത്തെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്ന ഒന്നാണ് സയൻസ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ആയുർവേദത്തിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ പ്രാചീന കാലത്ത് വിദഗ്ധരായിട്ടുള്ള പണ്ഡിതന്മാര് ഔഷധങ്ങളെ കുറിച്ച് വളരെ വിശദമായി പഠിച്ചെടുത്ത് ഓരോ ഔഷധങ്ങളും ഏതൊക്കെ രോഗങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് ഈ വിജ്ഞാന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇനി ട്രൈലാറ്ററൽ ഫൗണ്ടേഷന്റെ തേർഡ് പില്ലർ ആണ് ജീവൻ ദർശൻ അഥവാ ഫിലോസഫി ഓഫ് ലൈഫ്. അതായത് എല്ലാ ജീവജാലങ്ങളുടെയും ക്ഷേമത്തിനായി നേരത്തെ നമ്മൾ സൂചിപ്പിച്ച നോളജിനെയും സയൻസിനെയും എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ധാർമ്മികവും അതുപോലെ നീതിശാസ്ത്രപരമായിട്ടുള്ള തത്വമാണ് ജീവൻ ദർശൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രൈലാറ്ററൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ നോളജ് സിസ്റ്റം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. 1 മാർക്കിനും അതുപോലെ 2 മാർക്സിനൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണിത്. അപ്പോൾ പഠിക്കുമ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ ഒരു സെക്ഷനിലെ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് വേദാസ്. അതിനു മുൻപായി വേദം എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാം. സാൻസ്ക്രിറ്റിലെ വിദ് എന്ന് പറയുന്ന വേർഡ് എന്നാണ് വേദം എന്ന വാക്ക് ഫോം ചെയ്തിട്ടുള്ളത്. ഹിന്ദു കൾച്ചറിലെ ഏറ്റവും പ്രാചീനമായതും വളരെ വാല്യുബിൾ ആയിട്ടുള്ളതുമായ ഒരു ഗ്രന്ഥമാണിത്.
ഇത്തരത്തിലുള്ള വേദങ്ങൾ മനുഷ്യനിർമ്മിതമല്ലെന്നും പ്രാചീന കാലത്ത് പണ്ഡിതന്മാർക്ക് ധ്യാനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത അറിവാണെന്നുമാണ് പൊതുവെ ഈ ഒരു വേദത്തെക്കുറിച്ച് പറയപ്പെടുന്നത്. ഇനി വേദങ്ങളിൽ വരുന്ന 4 കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഋഗ്വേദ, യജുർവേദ, സാമവേദ ആൻഡ് അഥർവവേദ. അതിൽ ഫസ്റ്റ് കാറ്റഗറി ആണ് ഋഗ്വേദ. വേദഗ്രന്ഥങ്ങളിലെ ഏറ്റവും പ്രാചീനമായതാണ് ഋഗ്വേദ. കുറച്ചുകൂടെ ബ്രീഫായി പറയുവാണെങ്കിൽ 1028 ഹിംസദവ മന്ത്രങ്ങളും 10 മണ്ഡലാസും ചേർന്ന് ഫോം ചെയ്തിട്ടുള്ള ഒന്നാണ് ഋഗ്വേദ. അതായത് ഗായത്രി മന്ത്രം, മണ്ഡുക ശ്ലോകം, സരസ്വതി നദി, അതുപോലെ പ്രാചീന കാലത്ത് ആര്യന്മാരും ദാസന്മാരും തമ്മിലുള്ള യുദ്ധം എന്നീ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഇതിൽ വളരെ വിശദമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. അതിലുപരി വായുദേവൻ, അഗ്നിദേവൻ പോലുള്ള നേച്ചുറൽ ഡൈറ്റീസിനെ പ്രൈസ് ചെയ്തുകൊണ്ടുള്ള ധാരാളം മന്ത്രങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ആ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാടധികം കാര്യങ്ങൾ ഇതിൽ ഈ ഒരു ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് കാറ്റഗറി ആണ് യജുർവേദ. ഈ ഒരു വേദത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ പുരോഹിതര് ഒരുപാടധികം യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അതായത് റിലീജിയനിൽ വരുന്ന ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പുരോഹിതന്മാരായിട്ടുള്ള പണ്ഡിതന്മാര് നടത്താറുള്ള യജ്ഞങ്ങളും പൂജകളും ഒക്കെ അവർ നടത്തിയിരുന്നത് ഈ ഒരു യജുർവേദ ഗ്രന്ഥം ഉപയോഗിച്ചാണ്. ചുരുക്കി പറഞ്ഞാൽ പണ്ട് കാലത്ത് പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യാൻ പുരോഹിതർക്ക് മാർഗനിർദ്ദേശം കൊടുക്കുന്ന ഒരു പ്രാക്ടിക്കൽ ഗൈഡ് ബുക്ക് ആണ് യജുർവേദ ഗ്രന്ഥം. ഈ ഒരു യജുർവേദത്തെ മെയിൻ ആയും 2 കാറ്റഗറീസ് ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, കൃഷ്ണ ആൻഡ് ശുക്ല. ഓക്കെ, ഇനി തേർഡ് കാറ്റഗറി ആണ് സാമവേദ. അതായത് മ്യൂസിക്കിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വേദഗ്രന്ഥമാണിത്. അതുകൊണ്ട് തന്നെ ഇത് വേദ ഓഫ് മെലഡീസ് എന്നാണ് അറിയപ്പെടുന്നത്. ക്ലാസിക്കൽ ഇന്ത്യൻ മ്യൂസിക്കിന്റെയും ഡാൻസിന്റെ ഒക്കെ ഫൗണ്ടേഷണൽ റൂട്ട് എന്ന് പറയുന്നതും ഈ ഒരു സമവേദ ഗ്രന്ഥമാണ്. ഇനി ലാസ്റ്റ് കാറ്റഗറി ആണ് അഥർവവേദ. അതായത് മറ്റുള്ള 3 വേദങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണിത്. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് വരുന്ന കാര്യങ്ങളായിട്ടുള്ള ആരോഗ്യം, സമൃദ്ധി, അതുപോലെ ആത്മീയ വളർച്ച തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചൊക്കെ ഇതിൽ വിശദമായി തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആയുർവേദം അഥർവവേദവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ അതിനുവേണ്ട പരിഹാരങ്ങൾ, അതുപോലെ നമ്മുടെ വീട്ടിൽ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളെ കുറിച്ചൊക്കെ ഇതിൽ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒന്നാണ് അഥർവവേദ. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ട്രൈലാറ്ററൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ നോളജ് സിസ്റ്റം ആൻഡ് ടൈപ്സ് ഓഫ് വേദാസ്, ഈ 2 ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ എല്ലാം നോട്ട്സ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഗ്രൂപ്പിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.